ഒരു വലിയ കാട്ടിൽ മിട്ടു എന്ന മുയൽക്കുട്ടൻ താമസിച്ചിരുന്നു. അവൻ എന്നും രാവിലെ ഭക്ഷണം അന്വേഷിച്ച് നടക്കുന്നത് പതിവായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണവും കഴിച്ച് ആവശ്യമുള്ളത് ശേഖരിച്ച് രാത്രിയാകുമ്പോൾ തിരികെ പോകും. ഒരിക്കൽ അവൻ തിരിച്ചു വരും വഴി തിളങ്ങുന്ന ഒരു മുത്ത് കണ്ടു. മിട്ടു ആ മുത്തെടുത്ത് തൻ്റെ മാളത്തിൽ കൊണ്ടുചെന്നു. അവൻ വിചാരിച്ചു, ഇത് സ്വയം തിളങ്ങുകയാണെങ്കിൽ ഇതൊരു മാന്ത്രിക മുത്തായിരിക്കും. മിട്ടു മുത്തിനടുത്ത് ചെന്നിരുന്ന് കണ്ണടച്ച് ഇങ്ങനെ പറഞ്ഞു, മാന്ത്രിക മുത്തേ, എനിക്ക് വിശക്കുന്നു, എനിക്ക് കുറച്ച് ക്യാറ്റ് തരും. പറഞ്ഞു തീർന്നതും മഴ പെയ്യും പോലെ ക്യാറ്റുകൾ മുകളിൽ നിന്നും വീഴാൻ തുടങ്ങി. മിട്ടു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹായ്, ഇനി എന്നും ക്യാറ്റ് കഴിക്കാമല്ലോ. മിട്ടു തൻ്റെ മാളത്തിനടുത്തുള്ള മുയൽക്കുട്ടന്മാരെയും കൂടെ കൂട്ടി ആ ക്യാറ്റ് മുഴുവൻ കഴിച്ചു. അവർക്കും സന്തോഷമായി. അവർ മിട്ടുവിന് നന്ദി പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കാട്ടിലെ കൗശലക്കാരനായ കുറുക്കൻ ഇര പിടിക്കാൻ ഇറങ്ങിയപ്പോൾ മിട്ടുവിന്റെ മാളത്തിലെ വെളിച്ചം കണ്ടു. കുറുക്കൻ ആ മാളത്തിൽ തലയിട്ട് നോക്കി. അത്ഭുതം, അതാ തിളങ്ങുന്ന മുത്ത്. അതിനരികിൽ ഒരു മുയൽക്കുട്ടൻ. കുറുക്കന് ആർത്തിയായി. ഹായ് മുയൽ. കണ്ണു തുറന്ന മുയൽ കണ്ടത് അതാ ഒരു കുറുക്കൻ. മിട്ടുവിന് പേടി തോന്നിയെങ്കിലും അവൻ പറഞ്ഞു, എടാ കുറുക്ക, നീ ഓടിക്കോ, ഇല്ലേ നിന്നെ ഞാൻ പറപ്പിക്കും. കുറുക്കൻ ഇത് കേട്ടതും പേടിച്ചു പോയി. അവൻ ഓടിക്കളഞ്ഞു. പക്ഷേ സൂത്രശാലിയായ കുറുക്കൻ ആ രഹസ്യം സിംഹരാജനോട് പറഞ്ഞു. മഹാരാജൻ, മിട്ടു മുയലിന്റെ മാളത്തിൽ ഒരു അത്ഭുത മുത്തുണ്ട്. അത് എന്തു ചോദിച്ചാലും തരും. അഹാഹാ, കൊള്ളാലോടാ, അത് എനിക്കും വേണം. അത് പിന്നെ എന്നും നമുക്ക് ഇഷ്ടമുള്ള ഇറച്ചിയൊക്കെ കഴിക്കാമല്ലോ. നിനക്കും തരാം. നീ പോയി ആ മിട്ടു മുയലിനോട് ഇങ്ങോട്ട് വരാനെന്ന് പറ. ഞാൻ അവനോട് പോയി പറയാം. വിവരമറിഞ്ഞ മിട്ടു സിംഹരാജനെ കാണാൻ വേണ്ടി എത്തി. എടാ കള്ള മുയലേ, നിന്റെ കയ്യിൽ ഒരു മാന്ത്രിക മുത്തുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എവിടെയത്? എടുത്തുകൊണ്ട് വാ. മിട്ടുമുയൽ പറഞ്ഞു. അങ്ങുന്നേ, ആരാണ് ഈ കള്ളം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഒരു മുത്ത് കിട്ടിയെന്നത് നേരാണ്. പക്ഷെ അത് ഗ്രാമത്തിലെ ക്യാറ്റ് തോട്ടത്തിലെ കുഞ്ഞുങ്ങൾ കളിക്കുന്ന തിളക്കമുള്ള മുത്താണ്. കളിപ്പാട്ടമാണ്. മാളത്തിൽ വെളിച്ചം കിട്ടാനായിട്ടാണ് ഞാനത് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ക്യാറ്റ് താഴേക്ക് വീണതോ? അതാ കുറുക്കച്ചൻ മാളത്തിൽ തലയിട്ടപ്പോൾ തല തട്ടി കമ്പിൽ കോർത്തു വെച്ച ക്യാരറ്റെല്ലാം താഴോട്ട് വീണു. അത് മുത്തിൻ്റെ മുകളിലോട്ടാണ് വീണത്. അതാണ് കുറുക്കൻ കണ്ടത്. മിട്ടുമുയൽ മടിക്കാതെ തന്നെ പറഞ്ഞു, ഓ അങ്ങനെയാണോ? ആ മണ്ടൻ കുറുക്കച്ചൻ എന്നെ പറഞ്ഞു വെച്ചു. ശരി, നീ പോയിക്കോളൂ. മിട്ടുമുയൽ ലാലാല പാടി മാളത്തിലേക്ക് പോയി. പിറ്റേ ദിവസം സിംഹം നടക്കാനിറങ്ങിയപ്പോൾ കുറുക്കച്ചനെ കണ്ടു. എടാ കുറുക്ക, നീ എന്നെ പറഞ്ഞു പറ്റിക്കരുത്. നിനക്ക് ദാണമില്ലേ സാധുക്കളായ മുയലുകളെപ്പറ്റി മൃഗങ്ങളെപ്പറ്റി കള്ളം പറഞ്ഞു നടക്കാൻ? അയ്യോ രാജാവേ, ഞാൻ കള്ളം പറഞ്ഞതല്ല. എനിക്കും ഗുണമുള്ള കാര്യമല്ലേ. അപ്പോൾ ഞാൻ എന്തിനാ പറ്റിക്കുന്നേ? അങ്ങ് പോയി അവൻ്റെ കൂടൊന്ന് മാളമൊന്ന് പരിശോധിക്കും. അപ്പോൾ അറിയാം സത്യം. സിംഹം പെട്ടെന്ന് തന്നെ പോയി മിട്ടുമുയലിന്റെ മാളം തീർത്ത് അകത്ത് കയറി. മിട്ടുമുയൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ അങ്ങുന്നേ, എന്നെ ഒന്നും ചെയ്യല്ലേ. എടാ അഹങ്കാരി, നീ എന്നെ പറ്റിക്കാറായോ? പെട്ടെന്ന് തന്നെ മിട്ടുമുയൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാന്ത്രിക മുത്തേ, അത്ഭുത മുത്തേ, എന്നെ രക്ഷിക്കൂ. പെട്ടെന്ന് തന്നെ ഗുഹയിൽ നിന്നും അഗ്നി പുറപ്പെടുവാൻ തുടങ്ങി. സിംഹത്തിന്റെ ശരീരം പൊള്ളലേൽക്കാൻ തുടങ്ങി. സിംഹം ചൂട് സഹിക്കാനാവാതെ മാളത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. മിട്ടുമുയൽ രഹസ്യമാളത്തിൽ കയറി വെച്ചു. പിന്നീട് ഒരിക്കലും സിംഹത്തെ ആ കാട്ടിൽ കണ്ടിട്ടില്ല. മിട്ടുമുയലും കൂട്ടുകാരും മാന്ത്രിക മുത്തും സന്തോഷത്തോടെ ക്യാറ്റൊക്കെ കഴിച്ച് സുഖമായി ജീവിച്ചു.